ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ലാലേട്ടൻ ചിത്രമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലെത്തുന്ന തുടരും എന്ന സിനിമ. ഈ മാസം ചിത്രം അവസാനം തിയേറ്ററുകളിലെത്തുകയാണല്ലോ. തുടരും സിനിമയുടെ ഭാഗത്തുനിന്നും വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന് അതിരാവിലെ ഫാൻ ഷോകളൊന്നും ഉണ്ടാകില്ല. ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് രാവിലെ 9 മണിയോടുകൂടിയായിരിക്കും. എന്നാൽ ചിത്രത്തിന്റെ ഫാൻ ഷോ ഉണ്ടാകും. അത് നോർമൽ ഷോയിലായിരിക്കും നടക്കുക. ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഫാൻ ഷോ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച ഒരു ബുക്കിംഗ് ആണ് ഫാൻ ഷോകളിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 10 കോടി 15 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രജപുത്ര ഫിലിംസ് ആണ്. തുടരെയുള്ള 2 പരാജയ ചിത്രങ്ങൾക്ക് ശേഷം ലാലേട്ടന്റെ ശക്തമായ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. വർഷങ്ങൾക്ക് ശേഷം ശോഭനയും ലാലേട്ടനും ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക തുടങ്ങിയ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ സിനിമകൾ സംവിധാനം ചെയ്ത തരുൺ മൂർത്തി എന്ന പുതിയ സംവിധായകന്റെ കീഴിൽ ലാലേട്ടൻ എത്തുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകരും സിനിമാ പ്രേമികളും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ വരുന്ന ജനുവരി 30-ാം തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാസം തന്നെ മമ്മൂക്കയുടെ ചിത്രം കൂടി റിലീസിനെത്തുന്നുണ്ട്. ഗൗതം മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രമാണ് ഈ വരുന്ന ജനുവരി 23-ാം തീയതി റിലീസ് എത്തുന്നത്. 2025-ന്റെ തുടക്കത്തിൽ തന്നെ ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ബോക്സ് ഓഫീസ് യുദ്ധത്തിനാണ് ഈ വർഷം ആദ്യം തന്നെ തുടക്കമാകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് കൂടുതലും കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.